തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭക്തരുടെ പാനലിന് മിന്നും വിജയം. കഴിഞ്ഞ കാലങ്ങളെല്ലാം അധികാരത്തിലിരുന്ന അവിശ്വാസികളായ CPM ഭരണസമിതിയെ തുടച്ചു നീക്കിയാണ് ഭക്തരുടെ പാനലിന്റെ വിജയം. കാലങ്ങളായി ക്ഷേത്ര ഉപദേശക സമിതി ഭരിച്ചിരുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. വിശ്വാസികളെ അടക്കം വെല്ലുവിളിക്കുന്ന നിലപാടെടുത്ത ഇവരുടെ ഭരണകാലത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം ഒരുക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടാക്കിയിരുന്നത്. നാലമ്പല ദർശനകാലത്ത് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ CPMന്റെ ഭരണസമിതി വരുത്തിയ വീഴ്ചകൾ വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ ദേവസ്വം ബോർഡും തയ്യാറായിരുന്നില്ല. ഇതിനിടയിലാണ് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നത്. 19 മെമ്പർമാരിൽ 14 മെമ്പർമാരും വിശ്വാസി പാനലിൽ നിന്നാണ് വിജയിച്ചു വന്നത്. 3 പേർ കോൺഗ്രസിൽ നിന്നും വിജയിച്ചപ്പോൾ 2 പേർക്ക് മാത്രമാണ് CPM പാനലിൽ നിന്നും വിജയിച്ച് കയറാൻ സാധിച്ചത്. വളരെ വർഷങ്ങളായിട്ട് തൃപ്രയാർ ക്ഷേത്രം അവിശ്വാസികളുടെ കയ്യിലായിരുന്നു. ഇവിടെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. പല കാര്യങ്ങളും ഇവിടുത്തെ സമിതി ദേവസ്വം ബോർഡിന്റെ അവർ ഒരുമിച്ച് കൂടി ഉള്ള ഒരു ഭരണമായിരുന്നു. ക്ഷേത്രം ഇവിടെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട സമിതി ഒരുമിച്ച് കൂടി പങ്കിട്ടെടുക്കുന്ന ഒരു രീതിയായിരുന്നുള്ളത്. അതിലൊരു മാറ്റം വരണം. ഇതിലും മുന്നേ 2 തെരഞ്ഞെടുപ്പുകൾ നടന്നു. അത് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഭരണത്തിൻ്റെ തണലിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അവർ ക്ഷേത്ര ഭരണം അട്ടിമറിക്കുന്ന രീതിയിൽ ദേവസ്വം ബോർഡിന് അയക്കും. ദേവസ്വം ബോർഡ് പിൻവാതിലൂടെ ഒരു 19 പ്രതിനിധികളെ അയക്കും. ആ ഒരു രീതിയാണ്. ആ രീതി മാറി ഇന്നലെ ശ്രീരാമദേവൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ഭക്തന്മാർ ആയിട്ടുള്ള 14 പേരെ ഇതിൽ തെരഞ്ഞെടുത്തു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലായിരിക്കും തങ്ങളുടെ ശ്രദ്ധയെന്നാണ് പുതിയ ഭരണസമിതി പറയുന്നത്. ഭക്തർക്ക് കൃത്യമായി ദർശനം നടത്താനും സൗകര്യമുണ്ടാവും. കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തർക്ക് നേരെ കുതിര കയറുന്ന ജീവനക്കാരുടെ നിലപാടുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇനി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാകാത്ത രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്നും പുതിയ ഭരണസമിതി അംഗങ്ങൾ ഉറപ്പു നൽകുന്നു. ജനം, തൃശൂർ.